ഹായ് ഗൈസ്, വെൽക്കം ടു ചാനൽ ട്വിൻസാരും. അപ്പോൾ ഇന്ന് ഒരു ഈദ് സ്പെഷ്യൽ വീഡിയോ ആണ്. ഈദൊക്കെ ആയിട്ട് എല്ലാവർക്കും ലീവാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഈദ്. പിന്നെ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഈദായിട്ടുണ്ട്. അപ്പോൾ ഒരു ഹായ് പറയും. ഹായ് ഗൈസ്. ഹായ്. നല്ല ചൂടാണ് ഗൈസ്. പുറത്ത് 41 ഡിഗ്രി സംതിങ് ഉണ്ടായിരുന്നു വെതറിൽ ചെക്ക് ചെയ്തപ്പോൾ. നല്ല ചൂടായതുകൊണ്ട് ഞങ്ങളൊക്കെ കോഡ് എടുത്തിട്ടാണ് പോയത്. നമ്മൾ എപ്പോഴും ബിരിയാണി കഴിക്കാൻ കോഴിക്കോട് സ്റ്റാറിലേക്കാണ് പോകാറ്. പിന്നെ ഒരു വെറൈറ്റി ആയിട്ടെന്ന് വെച്ചാൽ നമ്മൾ കപ്പാലത്തിലേക്കാണ് പോകുന്നത്. നമ്മളവിടെ പോയിട്ടില്ല, അപ്പോൾ ഫസ്റ്റായിട്ട് ബിരിയാണി ട്രൈ ചെയ്യാൻ പോകണം. അപ്പോൾ ഇതാണ് കപ്പാലം. നെസ്റ്റോ സെൻറ്ററിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് വരുന്നത്. ഞങ്ങളിവിടെ പുറത്തു കൂടെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലത് ആദ്യമായിട്ടാണ് അവിടെ കയറാൻ പോണത്. അപ്പോൾ അവിടെയും ഇതുപോലെ കുഞ്ഞി പെട്ടിപ്പീടിയ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉള്ളിൽ. ആൻഡ് ഉള്ളിലേക്ക് വരുമ്പോൾ കൈ കഴുകാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു കൈ കഴുകാൻ. നല്ല വൃത്തി ഉണ്ടായിരുന്നു. നല്ല വലിയ ഓർഡർ ചെയ്തത് ബിരിയാണിയാണ്. മീൻ എവിടെ പോയാലും ഞങ്ങളിത് ഉച്ചയ്ക്കാണ് കഴിക്കാൻ പോണത്. അപ്പോൾ ബിരിയാണിയും പിന്നെ അതേപോലെ ഒരു വെറൈറ്റി ഞങ്ങൾ ഈ സുർക്കേൻ്റെ ഉള്ളി ഉണ്ടല്ലോ, അത് ഒരു വെറൈറ്റി ലുക്കിലായിരുന്നു. ലൈക്ക് മുളകല്ലാതെ ഇടും, പക്ഷെ ഒരു ടേസ്റ്റ് ഒരു വേറെ തന്നെയായിരുന്നു. എല്ലാം ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റായിരുന്നു, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. ആൻഡ് ചിക്കൻ ബിരിയാണി ആയിരുന്നു. നല്ല ടേസ്റ്റില്ല, ഒരു എന്താ പറയുക, ഒരു ആവറേജ് ബിരിയാണി. നല്ല ചിക്കനായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മസാലയായിരുന്നു. ഭയങ്കര എരിവോ അല്ലെങ്കിൽ മധുരമുള്ള അല്ലായിരുന്നു, ഒരു മീഡിയം ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല ചിക്കനായിരുന്നു. അങ്ങനത്തെ ഒരു മസാലയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. വലിയ കുഴപ്പമില്ലാത്ത ബിരിയാണിയാണ്. ഒരു ആവറേജ്, ഞാൻ പറഞ്ഞല്ലോ, ഒരു ആവറേജ് ബിരിയാണിയാണ്. കഴിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.